അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല വയനാടൻ ദം ബിരിയാണിയാണ്. അപ്പോൾ ഉപ്പച്ചി ഇത് അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഞങ്ങൾ കരുതി നല്ല ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിലേക്ക് ആദ്യം കുക്കർ വെച്ചു, പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, ജീരകം, കറാമ്പൂ, പട്ട, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ ശേഷം ഉള്ളി ഉപ്പച്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സ്പൈസസ് ഉപ്പച്ചി ഇങ്ങനെ സൈഡിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് എടുത്ത് ഇടാമല്ലോ. ഉള്ളി പണി കുറഞ്ഞ ശേഷം അതുകൊണ്ട് ഇളക്കാൻ പോകുന്നത്. അപ്പം സൈഡിൽ കാണുന്നത് അതിലേക്ക് നന്നായിട്ട് നമ്മൾ ഇളക്കാന്ന് പറഞ്ഞല്ലോ. പച്ചമുളക് ഇളക്കി സെറ്റായി ഞാൻ അതങ്ങനെ കാണിക്കുന്നത് നാരങ്ങ. പിന്നെ അതൊന്ന് കുറച്ച് നമ്മൾ വഴണ്ടി വരുന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഇതിൽ വരുന്നവരെ അതിൻ്റെ ഇടയിൽ ഉമ്മച്ച് ഒരു ജ്യൂസ് തന്നതായിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചത് വീഡിയോയിൽ. പിന്നെ അതിന് ശേഷം നമ്മളതിലേക്ക് പച്ചമുളക് ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുകയാണ് എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന്. പിന്നെ ഉപ്പച്ചി വാങ്ങി ഇളക്കൽ തുടങ്ങി. അപ്പം ബിരിയാണി ആകുമ്പോൾ നമുക്കറിയാമല്ലോ, ഇളക്കലാണ് മസ്റ്റ്, പ്രത്യേകിച്ച് ഇളക്കലാണ് മസ്റ്റ്. അപ്പം സൈഡിൽ കാണുന്ന നാരങ്ങ, ഉള്ളിയൊക്കെ അതിലേക്ക് വേണ്ടി ഇടാൻ വേണ്ടി ഉള്ളിയൊക്കെ ഉപ്പിച്ച് പൊരിച്ച് ആദ്യം വെച്ചിട്ട് പോയി. പിന്നീട് ഉപ്പിച്ച് വാട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെയും തന്നെ ചിക്കൻ ഉള്ളിയൊക്കെ നന്നായിട്ട് എന്താ പറയുക, ഉപ്പിച്ച് ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് വാടി വരണം. അതിൻ്റെ ഏകദേശം വാടി വന്നിട്ട് തക്കാളി ഇട്ടു. അതിൻ്റെ ശേഷം പിന്നെ ഇളക്കി ജസ്റ്റ് ഒന്ന് നോക്കി. തക്കാളിയും ഉള്ളിയും പിന്നെ ആദ്യം ഇട്ട് അതിലെ പച്ചമുളക് അതൊക്കെ നമ്മൾ ഒന്ന് സെറ്റായിട്ട് വരണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. മാക്സിമം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കുന്നതായിരിക്കും. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോവും, അത് അറിയാമല്ലോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ടൊരു കാര്യമില്ലാണ്ടായിപ്പോൾ. അപ്പം ഉപ്പച്ചി അത് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് എന്താ പറയുക, മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അതായത് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ട് നമുക്ക് അതിലേക്ക് സ്പൈസസ് ഇട്ട് തുടങ്ങാം. അപ്പോൾ ഉപ്പച്ചി പിന്നെ ഇളക്കാൻ തുടങ്ങി. അടിപൊളിയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കുക കേട്ടോ. പിന്നെ ഞങ്ങളെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്താ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ പേസ്റ്റ് ആക്കിയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അതിലേക്ക് പുതിനയും ഇട്ടിട്ടുണ്ട്, പുതിന മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി അത് മിക്സായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ, ചിക്കനാണ് ഇനി ഇടാനുള്ളത്. അപ്പോൾ അത് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടിട്ട് നമുക്ക് എന്താ പറയുക, നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ ഇതാ ഉപ്പച്ചി ആ കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ആക്കുകയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. ഈ റെസിപ്പി മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഇതാ ഉപ്പച്ചി അതിലേക്ക് വേണ്ട സ്പൈസസ് ഫസ്റ്റ് ഗരം മസാല ഇട്ടു. ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല ഇട്ടു. പിന്നെ അതാ കുരുമുളക്, അത് നിങ്ങളെ സ്പൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. 2 സ്പൂണാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും കുറച്ച് സ്പൈസസ് വേണം, അതുകൊണ്ടാട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി പിടിപ്പിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സായി വന്നതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ വന്നു. ചിക്കൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഇട്ടതിന് ശേഷം അതും നമുക്ക് നന്നായിട്ട് ഇളക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ലിവറും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ ഇട്ടിട്ട് നമുക്കിതാ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ചിക്കനിലേക്ക് നമ്മളായിട്ട് സ്പൈസസും പിന്നെ എന്താ പറയുക, ഉപ്പും എല്ലാം ഒന്ന് പിടിച്ച് സെറ്റായി വരണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു കുത്തലൊക്കെ ഒന്ന് മാറണമല്ലോ. പിന്നെ അതിൽ ഉപ്പച്ചി കുറച്ച് തൈര് ഒഴിച്ചു. തൈര് ഓപ്ഷണലാണോ എന്ന് ചോദിച്ചാൽ ഓപ്ഷണലാണ്. കാരണം അത് ഓരോരുത്തരും നിങ്ങളെ ഇഷ്ടം അനുസരിച്ചാണ്. തൈര് ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ അതിലേക്ക് ഒഴിക്കാം. ഞങ്ങൾ തൈരാണ് ഒഴിച്ചത്. തൈര് ഒഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അടിപൊളിയാകട്ടോ ഇത്. ഞാൻ വെറുതെ പറയില്ല, മസ്റ്റ് ട്രൈ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. പിന്നെ നമ്മൾ നെയ്ച്ചോറിന് വേണ്ട കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പുറത്തുനിന്ന് മസാല ആവുന്നുണ്ട് കേട്ടോ. ഇനി നെയ്ച്ചോറിന് വേണ്ടി നമ്മളിതാ
കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അവിടെ വെച്ചിട്ട് അതൊന്ന് ഇതായി വരുമ്പോൾ സെറ്റായിട്ട് നമുക്കെടുക്കാം. പിന്നെ ഉപ്പച്ചി അതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ടോ, കറാമ്പൂ ഇട്ടോ, പട്ട ഇട്ടോ, എന്നിട്ട് നമുക്ക് ഉള്ളി ഇടാം. നെയ്ച്ചോറ് ഉണ്ടാക്കാനൊന്നും ആർക്കും പഠിപ്പിച്ചൊന്നും തരേണ്ട ആവശ്യമില്ല, എന്നാലും ഞങ്ങൾ കാണിക്കുകയാണ്. അപ്പം അങ്ങനെ ഉള്ളി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പലവരും പല രീതിയിലാണല്ലോ നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണേ വീഡിയോയിൽ. പലരും പല രീതിയിലാണ്. പിന്നെ അതിലേക്ക് വേണ്ട നമ്മൾ ഒരു പാട്ട, അത് വലിയ പാട്ടക്ക് ഒരു പാട്ട അരിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്, നെയ്ച്ചോറിൻ്റെ അരി. അപ്പോൾ അതിലേക്ക് ഒരു 1.5 പാട്ട വെള്ളം ഞങ്ങൾ ഒഴിച്ചു കേട്ടോ. പിന്നെ അത് അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളം തിളച്ച് വന്നപ്പോൾ അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് ഉപ്പച്ചി എന്തൊക്കെയോ സ്പൈസസ് ചേർത്തിട്ടുണ്ട്, കറിവേപ്പില, പച്ചമുളക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതാ നമ്മളെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതാ ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചോറ് തിളച്ച് അതിന് ശേഷം ഇതാ അടിപൊളിയായിട്ട് ദമ്മിടാൻ തുടങ്ങുക കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ട് ദമ്മിടുകയാണ്. അപ്പോൾ മസാല ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിതാ ചോറ് അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, നെയ്ച്ചോറ് നമ്മൾ അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഉപ്പച്ചി ദമ്മിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങളിങ്ങനെ വാഴയില വെച്ചിട്ടാണ് സെറ്റ് ചെയ്യൽ. നിങ്ങളെങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പലവരും പല രീതിയിലാണ് ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ വാഴൻ്റെ ഇല വെച്ചിട്ട് ചെയ്യുമ്പം അടിപൊളി ടേസ്റ്റാണ്. ഒരു വാഴൻ്റെ ഇലയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടിയിട്ട് അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്ത ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നെയ്ച്ചോറ് സെറ്റാകാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ പറയുക, കുക്കറിൻ്റെ അടിയിൽ ചെറിയൊരു പാത്രം വെച്ചിട്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നെയ്ച്ചോറ് ചെയ്യാറ്. അത് കുക്കറിൽ വെക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ പലരും പല രീതിയിലാണല്ലോ ഈ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അത് ഉപ്പച്ചി അതിലേക്ക് നെയ്ച്ചോറ് തട്ടി, ഇനി ആ വാഴൻ്റെ ഇലയിലേക്ക് നെയ്ച്ചോറ് തട്ടി ഗൈസ്, ഇനി അടിപൊളിയാണ്. അത് ദമ്മൊന്ന് പൊന്തി വരുമ്പോഴത്തേക്ക് ഗൈസ് അടിപൊളി ടേസ്റ്റായിരിക്കും. അപ്പം നമുക്കിനി ദമ്മിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇതാ ഉപ്പച്ചി ദമ്മ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അടിപൊളിയായിട്ട് വരും. പിന്നെ സൈഡിൽ നിന്ന് ചിക്കനും പൊരിക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഞങ്ങൾ സൈഡിന് ചിക്കനും പൊരിക്കുന്നുണ്ട്. ഞങ്ങൾ ചിക്കൻ കാല് ആണ് കേട്ടോ പൊരിക്കുന്നത്. എനിക്കെൻ്റെ അനിയനും ചിക്കൻ കാല് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ കാല്. പിന്നെ അതിലേക്ക് കളറിന് വേണ്ടി ഇതാ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾ മിക്സ് ആക്കിയിട്ട് നമ്മൾ കളർ ചെയ്യും കേട്ടോ. ചില ആൾക്കാരൊക്കെ കളറാണല്ലോ യൂസ് ചെയ്യാറ്. പക്ഷേ ഞങ്ങൾ പാലിൽ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് അത് കലക്കി യൂസ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നാച്ചുറലായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. കെമിക്കൽ ഉണ്ടാവില്ല. കളർ ഒഴിക്കുന്ന സമയത്ത് മാക്സിമം കെമിക്കലായിരിക്കില്ല. പിന്നെ ഇതാ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പച്ചി. ആ വറുത്ത് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെറ്റായിട്ട് ഇനി കാണാം. അടിപൊളിയല്ലേ ഗൈസ്, കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കണം. അപ്പോൾ ഉപ്പച്ചി ഇത് ഇങ്ങനെ ഒരു 4-5 ഓട്ടകളാക്കി കൊടുക്കുന്നുണ്ട്. അത് ദം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഓറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളിയായിട്ട് ദമ്മിട്ടു. ഇനി ഒരു 15 മിനിറ്റ്